വടക്കൻ ഇസ്രയേലിലെ ഹൈഫയെ ലക്ഷ്യമിട്ട് ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയ ഹിസ്ബുള്ള നാവികസേനാ താവളത്തിന് നേരെ അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള ഔദ്യോഗികമായി അറിയിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ഇതിന് പിന്നാലെ നഗരത്തിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയായ ബസാൻ റിഫൈനറിയിൽ വൻ തീപിടുത്തമുണ്ടായി. ഹൈഫയിലെ നാവികസേനാ ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം. എണ്ണ ശുദ്ധീകരണശാലയിലെ ഒരു ഗ്യാസോലിൻ ടാങ്കിന് തീപിടിക്കുകയും പ്രദേശം പുകപടലങ്ങളാൽ നിറയുകയും ചെയ്തു. അതേസമയം മിസൈൽ നേരിട്ട് പതിച്ചതാണോ അതോ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ തകർത്തപ്പോൾ ഉണ്ടായ അവശിഷ്ടങ്ങൾ വീണതാണോ തീപിടുത്തത്തിന് കാരണമെന്ന് ഇസ്രയേൽ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ആക്രമണത്തിൽ ഇതുവരെ ആൾനാശമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേഖലയിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം തീവ്രമാകുന്നതിനിടയിലാണ് ഹൈഫയിലെ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യ ഭീഷണിയില്ലെന്നാണ് പരിസ്ഥിതി മന്ത്രാലയം അറിയിക്കുന്നത്. മിസൈൽ പ്രതിരോധിച്ചതിന് പിന്നാലെ ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് എണ്ണ ശുദ്ധീകരണശാലയിൽ തീപിടുത്തമുണ്ടായതെന്നാണ് ഇസ്രയേൽ അഗ്നി രക്ഷാസേനയുടെ വിശദീകരണം. അതിനിടെ ഇറാഖിലെ മുഹമ്മദ് ആല വ്യോമതാവളത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ഇറാഖ് പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ ഇറാഖി വ്യോമസേനയുടെ വിമാനം തകർന്നതായും ആളപായമില്ലെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കുറ്റകരമായ പ്രവൃത്തിയാണെന്നും ഇറാഖ് പ്രതിരോധ മന്ത്രാലയം കുറ്റപ്പെടുത്തി. തിങ്കളാഴ്ച ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേലും കനത്ത വ്യോമാക്രമണം നടത്തി. ബെയ്റൂത്തിലെ ഹിസ്ബുള്ള കേന്ദ്രം തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. ലബനനിൽ 6 ഇസ്രയേൽ സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ സ്ഥിരീകരിച്ചു. ഇറാനിലെ 40ഓളം സൈനിക വ്യവസായ കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. IRGCയിലെ നാവികസേനാ കമാൻഡറായ അലി റൈസ തങ്സീരി കൊല്ലപ്പെട്ടതായി ഇറാൻ തിങ്കളാഴ്ച സ്ഥിരീകരിച്ചിരുന്നു. അലി റൈസയെ വധിച്ചതായി 4 ദിവസം മുൻപ് തന്നെ ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് 4 ദിവസത്തിന് ശേഷം ഇറാന്റെ സ്ഥിരീകരണം. അതേസമയം ശത്രുവിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ വിശ്രമം ഉണ്ടാകില്ലെന്നും IRGC പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. അതിനിടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിനുള്ള വിലക്ക് സ്പെയിൻ നീട്ടി. ഇറാനെ ആക്രമിക്കാനായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തി അനുവദിച്ചു നൽകില്ലെന്ന് നേരത്തെ തന്നെ സ്പെയിൻ നിലപാടെടുത്തിരുന്നു. അമേരിക്കയുടെ നിർദ്ദേശങ്ങളിൽ നിലപാട് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. യുദ്ധം നിർത്തിയാൽ മാത്രം ചർച്ചയെന്ന് അമേരിക്കയോട് ഇറാൻ പറഞ്ഞു. ഇറാൻ തുർക്കി വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. സമാധാന ശ്രമങ്ങളുടെ മറവിൽ ആക്രമിച്ച ചതി മറക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസിൽ പുതിയ നടപടികളും ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. കപ്പലുകൾക്ക് പുതിയ മാർഗനിർദ്ദേശവും ഏർപ്പെടുത്തി. നിയന്ത്രണത്തിൽ കൂടുതൽ നടപടികൾ കൈക്കൊള്ളും. യുഎന്നുമായും തുർക്കി സംസാരിച്ചു. കടലെടുക്ക് കടന്ന 2 LPG ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് എത്തും. 18 കപ്പലുകൾക്ക് കൂടി ഉടൻ അനുമതി കിട്ടുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതേസമയം ഇറാനെതിരായ സൈനിക നടപടി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാവാത്ത ഘട്ടത്തിലാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുദ്ധം ആരംഭിച്ച് 5 ആഴ്ചകൾ പിന്നിട്ട സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്മാറ്റ ശ്രമങ്ങൾ പുറത്തുവരുന്നത്. ഹോർമൂസ് കടലെടുക്ക് തുറക്കാനുള്ള ശ്രമങ്ങൾ സങ്കീർണമാണെന്നും യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകാൻ കാരണമാകുന്നുവെന്നുമാണ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ ആഗോള ഊർജ്ജ വില വർദ്ധിപ്പിച്ച ഈ സമുദ്രപാതയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.